തലതല്ലി ചത്താൽ മതി. പിള്ളേച്ചന് കിട്ടിയിരിക്കുന്നത് സൂപ്പർ പണിയാണ്. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ള തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ടങ്ങ് ഉറപ്പിച്ചതാണ് പിള്ളേച്ചൻ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ പിടിച്ചങ്ങ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. പിള്ളേച്ചൻ എങ്ങനെ ഞെട്ടാതിരിക്കും? വലിയൊരു ഞെട്ടൽ നിന്ന് പിള്ളേച്ചൻ ഇതുവരെ മോചിതനായിട്ടില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കേന്ദ്ര നേതൃത്വം അങ്ങ് വലിയൊരു അഴിച്ചുപണി നടത്തി. ചോദിച്ച മണ്ഡലങ്ങളൊന്നും നൽകിയില്ലെങ്കിലും സുരേന്ദ്രൻ പിടിച്ചെടുത്ത് തന്നെ കേന്ദ്ര നേതൃത്വം വഴങ്ങിക്കൊടുത്തു. അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും. സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ. അങ്ങനെ ഒടുവിൽ പവനായി പിള്ളേച്ചനായി. ഇനി പിള്ളേച്ചൻ മത്സരിക്കുന്നേയില്ല എന്നുള്ള വാർത്തയും വന്നു. ഏറ്റവും അവസാനമാണ്, ഏറെ വിവാദങ്ങൾക്കും പരാമർശങ്ങൾക്കും പ്രസ്താവനകൾക്കുമൊക്കെ ഒടുവിലാണ് BJP ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുത്തത്. അപ്പോഴും ഉയർന്ന ചോദ്യം, സുരേന്ദ്രന് എവിടെ സീറ്റ് നൽകും? പിള്ളേച്ചൻ ആദ്യമേ അങ്ങ് പത്തനംതിട്ട കൈക്കലാക്കി. തൃശ്ശൂരിലാണെങ്കിൽ തുഷാറും. അപ്പോൾ പിന്നെ സുരേന്ദ്രൻ എവിടെ? പത്തനംതിട്ടയും തൃശ്ശൂരും അല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് സുരേന്ദ്രൻ ആദ്യമേ അങ്ങ് പറയുകയും ചെയ്തു. എന്തായാലും കളി കഴിഞ്ഞു വന്നപ്പോൾ പന്ത് സുരേന്ദ്രന്റെ കോർട്ടിൽ തന്നെ തിരിച്ചെത്തി. അത് തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി K സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത എന്തായാലും ഏറുകയാണ്. സുരേന്ദ്രന് വേണ്ടി RSS BJP കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെട്ടതാണ് പുറത്തുവരുന്ന സൂചനകൾ. സംസ്ഥാന പ്രസിഡന്റായ PS ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റും ഉണ്ടാകില്ല. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മത്സരിക്കും. RSSന്റെ നിർദ്ദേശപ്രകാരം അമിത്ഷാ പട്ടികയിൽ ഇടപെട്ട് K സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വിവരം. അമിത്ഷായ്ക്ക് ഇടപെട്ടേ മതിയാകൂ. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. RSSനെ കൂട്ടുനിർത്തിയില്ല എങ്കിൽ പണി കിട്ടുമെന്ന് അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് RSS പറഞ്ഞെടുത്ത് അമിത്ഷാ വഴങ്ങിയത് കേന്ദ്ര നേതൃത്വവും. പത്തനംതിട്ട സീറ്റിനു വേണ്ടി PS ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും തമ്മിൽ വലിയ പോരാട്ടമാണ് നടന്നത്. ഇതിനിടെ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം പത്തനംതിട്ട സീറ്റിനു വേണ്ടി അവകാശവും ഉന്നയിച്ചു. പത്തനംതിട്ട സീറ്റിനു വേണ്ടി തയ്യാറാക്കിയ 3 പേരുടെ പട്ടികയിൽ 1ാം പേരുകാരൻ പിള്ളേച്ചനായിരുന്നു. അവസാന പരിഗണനയ്ക്കായി ശ്രീധരൻപിള്ളയുടെ പേര് മാത്രമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് പോയതെങ്കിലും അവിടെ RSS അങ്ങ് ഇടപെട്ടു. നേരെ ശ്രീധരൻപിള്ളയെ തട്ടിമാറ്റി സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്ന 1ാം പേരുകാരൻ K സുരേന്ദ്രൻ അല്ലെന്നും ഒട്ടേറെ മണ്ഡലങ്ങളിലേക്കുള്ള സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെയാണ് 1ാം പേരുകാരനായി പ്രവർത്തകർ നിർദ്ദേശിച്ചതെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരു മുഴം മുന്നേ ശ്രീധരൻപിള്ള കാര്യങ്ങൾ നടത്തി. പത്തനംതിട്ട സീറ്റിനു വേണ്ടി അദ്ദേഹം തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം അത് കൈവിട്ടുപോയി. പത്തനംതിട്ട സീറ്റിനായുള്ള പോരിൽ തട്ടിയാണ് BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഇത്രയും വൈകിയതും. പത്തനംതിട്ട അല്ലാതെ മറ്റൊരു സീറ്റിലും മത്സരിക്കാൻ ശ്രീധരൻപിള്ളയ്ക്ക് താല്പര്യവുമില്ല. പാലക്കാട് സീറ്റിനു വേണ്ടി ശോഭാ സുരേന്ദ്രൻ തുടർച്ചയായിട്ടാണ് ആവശ്യം ഉന്നയിച്ചത്. അവരെ ആറ്റിങ്ങലിലേക്ക് തട്ടിമാറ്റി കേന്ദ്ര നേതൃത്വം അതും അങ്ങ് പരിഹരിച്ചു. രാത്രി 1 മണിയോടെ ആണ് സംസ്ഥാന നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ പട്ടിക പുറത്തു വന്നത്. അമിത്ഷായുടെ തിരുത്തലുകളോടെ പട്ടികയ്ക്ക് അംഗീകാരവുമായി. അത് ഇന്ന് വൈകിട്ടോ നാളെയോ പുറത്തു വരികയും ചെയ്യും. ചില സ്ഥാനാർത്ഥികളുടെ സമ്മതം കൂടി വാങ്ങേണ്ടതുണ്ടെന്ന് യോഗത്തിന് ശേഷം BJP നേതാവായ PK കൃഷ്ണദാസും അറിയിച്ചു. മറ്റു ചില സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നും തിരഞ്ഞെടുപ്പ് സമിതി യോഗവും ചെയ്യുന്നുണ്ട്. ഇത് പൂർത്തിയായ ശേഷം കേരളത്തിലെ പട്ടികയും അതോടൊപ്പം ഒരുമിച്ച് പ്രഖ്യാപിക്കാനാണ് തീരുമാനവും. നേരത്തെ നിശ്ചയിച്ചതുപോലെ PK കൃഷ്ണദാസും MD രമേശും ഇത്തവണയും മത്സരിക്കില്ല. മൊത്തം കലങ്ങി മറിഞ്ഞു. പത്തനംതിട്ട ഇതുവരെ കൈപ്പിടിയിലൊതുക്കിയ PS ശ്രീധരൻപിള്ള അത് കൈ അയച്ചു. നേരെ ചെന്ന് വീണത് സുരേന്ദ്രന്റെ കയ്യിൽ. ആഗ്രഹിച്ചത് സുരേന്ദ്രൻ നേടിയെടുത്തിരിക്കുന്നു. പത്തനംതിട്ട സുരേന്ദ്രന് തന്നെ. ഇനി മെയ് 23-ന് ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. പത്തനംതിട്ടയിൽ ആരാണ് ജനങ്ങളെ നയിക്കേണ്ടത്? K സുരേന്ദ്രൻ തന്നെയാകുമോ വരുന്നത്? അത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ്. രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.